അല്ലടോ, അറിഞ്ഞൂടാത്തോണ്ട് ചോദിക്കുകയാണ്. ഒരു സംശയം കൊണ്ട് ചോദിക്കുകയാണ്. ആരാണ് ഇപ്പോഴത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രി? ഏഹ് വടശ്ശേരി ദാമോദര മേനോൻ മകൻ വി ഡി സതീശനാണോ അതോ രാജീവ് ചന്ദ്രശേഖര മേനോനാണോ? അല്ല, അറിഞ്ഞൂടാത്തോണ്ട് ചോദിക്കണം, ആരാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി? ഇത്തരം വലിയ ഡിസിഷനുകളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് രാജീവ് ചന്ദ്രശേഖരൻ ആരാണ്? കേരളത്തിന്റെ എന്തെങ്കിലും ആണോ? ഒരു എം എൽ എ ആണ്. അതെ, ഒരു 140 മണ്ഡലങ്ങളിൽ ഒരു എം എൽ എ ആണ് രാജീവ് ചന്ദ്രശേഖരൻ. അതിലും വലിയ പ്രിവിലേജ് ഇയാൾക്ക് എന്താ ഉള്ളത് എന്ന് പറയും. ഇത്തരം വിഷയങ്ങളിൽ, അതായത് പിന്നെ ഈ ശ്രീധരനെ പോലുള്ള മെട്രോമാനൊക്കെ കണ്ടിട്ട് ചർച്ച ചെയ്യുമെന്നാ പറയുന്നത്. അതിവേഗ റെയിലിന്റെ ചർച്ച ആരാ? ചന്ദ്രശേഖരൻ. ചന്ദ്രശേഖരൻ ആരാ? നേമം മണ്ഡലത്തിലെ എം എൽ എ. അപ്പൊ വി ഡി സതീശൻ ആരാ? കേരളത്തിന്റെ മുഖ്യമന്ത്രി. അല്ല, അറിഞ്ഞൂടാത്തോണ്ട് ചോദിക്കണം, ആരാണ് ഇപ്പോഴത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രി? വി ഡി സവർക്കർ സതീശനാണോ അല്ല ഇയാളാണോ? അല്ല, പോക്കൊക്കെ കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത്. മറ്റേ എം ജി സെനറ്റ് അംഗങ്ങൾ കണ്ടില്ലേ, 19 പേര് ബി ജെ പിക്കാരാ. നമ്മളെ മന്ത്രി റോജിക്ക് മുണ്ടാൻ വയ്യ. അതായത് പറയുന്നത്, എന്താ, ഗവർണറുമായിട്ട് മുട്ടാൻ ഞങ്ങളില്ലെന്നാ പറയുന്നത്. ഇതേ വിഷയത്തില് കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാരിന്റെ സമയത്ത് SFI സമരം ചെയ്തിട്ട് ഇതേപോലൊരു ഗവർണർ ഉണ്ടായിരുന്നു, ആരിഫ് ഖാൻ, മുർഖാൻ ഖാൻ. അവനെ കൊണ്ട് ലേലുവല്ലു പറയിപ്പിച്ചു, മാപ്പും പറയിപ്പിച്ചിട്ട് ആരൊക്കെ സംഖ്യകളുണ്ടോ അവരെ എല്ലാം ഒഴിവാക്കിച്ചിട്ട് കേരള സർക്കാർ പറഞ്ഞു വിട്ടിട്ടുണ്ട്. ആര്? SFIയുടെ സമരം. അന്ന് ഗവർണറെ മൂക്ക് മുട്ടിച്ച് വളരെ അവനെ കൊണ്ട് ലേലുവല്ലു, പഴയ ഗവർണർ ആരിഫ് ഖാനെ കൊണ്ട് മാപ്പും പറയിപ്പിച്ച് ലേലുവല്ലു പറയിപ്പിച്ചിട്ടാണ് SFIയുടെ കുട്ടികൾ ഇവിടെ പറഞ്ഞു വിട്ടത്. പക്ഷെ ഇവിടെ റോജിക്ക് പറയാൻ പറ്റൂല. KSU എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട്, മിണ്ടുന്നില്ല. എന്തുകൊണ്ട് മിണ്ടാൻ പറ്റൂല? അല്ല, അറിഞ്ഞൂടാത്തോണ്ട് വീണ്ടും ചോദിക്കണം, ആരാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി? നമ്മളെ പൂക്കി സതീഷ് അണ്ണനാണോ അല്ല ഇയാളാണോ, ചന്ദ്രശേഖരനാണോ? മാമ മാധ്യമങ്ങളടക്കം ഒന്നും മിണ്ടുന്നില്ല. സാധനങ്ങൾക്കൊക്കെ ഇങ്ങനെ വില കൂടിക്കൊണ്ടിരിക്കുകയാണ്, ആർക്കും ഒരു മിണ്ടാട്ടമില്ല. പാലിന് 4 രൂപ കൂടി, മിണ്ടുന്നില്ല. തൈരിന് 10 രൂപ കൂടി, മിണ്ടുന്നില്ല. ക്ഷീരകർഷകർക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞങ്ങ് ക്ഷമിക്കാം. നീലക്കാർഡിലെ അരി റദ്ദാക്കി, അതിന് കിട്ടത്തില്ല. അതേപോലെ തന്നെ കറണ്ട് ബില്ല് കൂടി, മിണ്ടുന്നില്ല. പെട്രോളിനും ഗ്യാസിനും വില കൂടി, മിണ്ടുന്നില്ല. കഴിഞ്ഞ സർക്കാരിന്റെ സമയത്ത് പെട്രോളിനും ഗ്യാസിനും വില കൂടിയപ്പോൾ ഗവൺമെന്റിന്റെ തീരുവ അല്ലെങ്കിൽ അതെടുത്ത് കളയണമെന്ന് പറഞ്ഞ പൂക്കി സതീശൻ, വി ഡി സതീശൻ ഇപ്പൊ മിണ്ടുന്നില്ല. അതെടുത്ത് കളയാൻ പറ്റൂല എന്നാ പറയുന്നത്. ഒരു മാധ്യമങ്ങൾക്കും ചർച്ച ചെയ്യേണ്ട, ഒന്നും ചെയ്യണ്ട. ക്ഷേമ പെൻഷൻ തന്നെ ഇടതുപക്ഷ സർക്കാർ പോയതിന് ശേഷം കൃത്യമായിട്ട് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുപോലും ഇതാക്കിയിട്ടില്ല. ലീഗിന്റെ ഓഫീസ് വെച്ചിട്ടാണ് ക്ഷേമ പെൻഷൻ കൊടുത്തത്. അതിനെപ്പോലും വിവാദമാക്കാൻ ഇവിടുത്തെ മാധ്യമങ്ങളില്ല. എന്താ പറയേണ്ടത്? KSRTCയിൽ ബസ്സിൽ സ്ത്രീകൾക്ക് സൗജന്യം കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് അത് സൗജന്യമില്ല. അതേപോലെ തന്നെ 25 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ അതെവിടെയാന്ന് പോലും അറിയില്ല. പിന്നെ സാധാരണ തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്ക് 5 ലക്ഷം രൂപ ഗവൺമെന്റ് ഫ്രീ ആയിട്ട് കൊടുക്കും, പലിശരഹിത വായ്പ എന്ന് പറഞ്ഞാൽ അതെവിടെ? സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് എല്ലാ കുട്ടികൾക്കും 18 വയസ്സ് കഴിഞ്ഞ കോളേജിൽ പോകുന്ന കുട്ടികൾക്ക് 1000 രൂപ സ്കോളർഷിപ്പ് കൊടുക്കുമെന്ന് പറഞ്ഞാൽ ആ സ്കോളർഷിപ്പ് എവിടെ? അതേപോലെ തന്നെ ആയമാർക്ക് 21,000 രൂപ കൊടുക്കുമെന്ന് പറഞ്ഞ് അതൊന്നും എവിടെ? ആർക്കും മിണ്ടാട്ടില്ല. ഒരു മാധ്യമങ്ങളും മിണ്ടുന്നില്ല. നീ ഇടതുപക്ഷമാണെങ്കിൽ ഇവന്റെയൊക്കെ വായ്ക്കകത്തുനിന്ന് പഴം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതാണ് പറയുന്നത്. അല്ല, അറിഞ്ഞൂടാത്തോണ്ട് ചോദിക്കണം, ആരാണ് കേരളം ഭരിക്കുന്നത്? വി ഡി സതീശനാണോ അതോ ഇയാളാണോ ഭരിക്കുന്നത്? രാജീവ് ചന്ദ്രശേഖരനാണോ ഭരിക്കുന്നത്? ഇയാൾക്ക് എന്താണ് അവിടെ ഒരു റോള്? ഇയാളൊരു MLA അല്ലേ? ഇയാളാണോ ഈ കാര്യങ്ങളൊക്കെ ഇടപെടേണ്ടത്? ആകെ ഒരു 3 പേരുണ്ട്. ഏതെങ്കിലും ഒരു മൂലയ്ക്ക് 3 കസേരയിട്ട് ഇരുത്തി കൊടുക്കേണ്ട ടീമിനൊക്കെ നിങ്ങൾ കയറ്റുവടേ. ഞങ്ങളൊക്കെ ഭരിച്ച സമയത്തുണ്ടല്ലോ, 7 അടി മാറി നിൽക്കുമായിരുന്നു ഇവരെ പോലുള്ളവന്മാര്. പറഞ്ഞിട്ട് കാര്യം എന്താ? 360 ഡിഗ്രിയിൽ കുനിഞ്ഞെന്ന് വിളക്ക് കൊളുത്തിയ സതീശാണെന്ന് കേരളം ഭരിക്കുന്നത്. പിന്നെ ഇങ്ങനെയൊക്കെ തന്നെ വരും അല്ലേ അണ്ണാ?